ഇതൊരു ചൂടോ. വല്ല അമേരിക്കയിലൊക്കെ പോയി ജീവിക്കണം, തണുപ്പ് വീഴുന്ന സ്ഥലത്ത്. ഈ മാസമായപ്പോ ഇത്രയും ചൂടല്ലേ, പിന്നെ 2 മാസം കൊണ്ട് കഴിയുമ്പോ എന്തായിരിക്കും, നമ്മൾ വെന്തിച്ചാവും. ഈ ചൂടത്ത് അവനെന്തിനാ ഈ ഊട്ടിയിലോട്ട് പോയേക്കണേ? ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ ചൂടും, അവിടെ നല്ല തണുപ്പാ. അവിടെ നല്ല ചൂടാ. രണ്ടുപേരും പോയ പോലെയാണല്ലോ പറയുന്നത്. എല്ലാവരും പറയണ്ടല്ലോ ഇപ്പൊ ഊട്ടിയിലൊക്കെ ഭയങ്കര ചൂടാന്ന്. ഏട്ടൻ വിളിച്ച് പറഞ്ഞ് നല്ല തണുപ്പാന്ന്. നോണ പറയണത് അവൻ കൂട്ടുകാരുടെ കൂടെ തുള്ളാൻ പോയിട്ട്. ഏത് കൂട്ടുകാരെ ചോദിക്കായിരുന്നില്ലേ? ഏത് കൂട്ടുകാരാണ് ഇത്? കൂടെ പഠിച്ചത് കുറെ നാൾക്ക് ശേഷം കാണുക പറഞ്ഞു. നമുക്കുണ്ട് കൊറേ കൂട്ടുകാര്. മറ്റേ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് പറഞ്ഞത്, എടീ കല്യാണം കഴിഞ്ഞാലും നമ്മൾ പിരിയരുതിട്ടോടി എന്നൊക്കെ പറഞ്ഞതാ. വഴി വെച്ച് കണ്ടാ പോലും മനസ്സിലാവില്ല ഒന്നിന്. നമ്മള് മെയിൻറ്റെയിൻ ചെയ്യണം ഫ്രണ്ട്ഷിപ്പ്. ചെയ്യാൻ പറ്റിയ സാഹചര്യ. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനും നേരെയില്ല, ആരും ഒന്ന് കാണാനും. നമ്മളെല്ലാത്തിനും സമയം കണ്ടെത്തണം ചേച്ചി. അതെ. എന്നാലും ആ കേസ് ഭയങ്കര ആയിപ്പോയല്ലേ. ഏത് കേസ്? ആ ചെറുക്കൻ 5 പേരെ കൊന്നത്. എന്തൊരു മനസ്സല്ലേ അവരൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. എന്തോ കടബാധ്യത എന്നൊക്കെയാ പറയണത്. ആൾക്കാരെയൊക്കെ കൊന്നിട്ട് എന്തോ കാര്യം? അനിയൻ കൊച്ചിനൊക്കെ കഷ്ടമായി. എനിക്ക് തോന്നണതുണ്ടല്ലോ, ഇത് മനഃപൂർവ്വന്മാര് ഇങ്ങനെയുള്ളവന്മാര് ചെയ്യണതാ. എന്താ കാര്യം? അവിടെ നല്ല ഭക്ഷണമല്ലേ ജയിലില്. അതെ, ഞാൻ എപ്പോഴും ഓർക്കും, ആരെങ്കിലും കൊന്നിട്ട് പോയി ജയിലിൽ കിടന്ന് എന്തൊരു സുഖ. 3 നേരം നല്ല മട്ടനൊക്കെയാ, മട്ടനും ചിക്കനും ഒക്കെ കൂട്ടി. അതുമല്ല അവിടെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്ത് ഇവര് തിരിച്ചിറങ്ങുമ്പോ പൈസയുണ്ട്. തിരിച്ചിറങ്ങുമ്പോ ആൾക്കാർക്ക് ഒരു പേടിയും ബഹുമാനം. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹീറോയിസോ. പേടിയാ. ഇവന്മാരെ ഇറക്കാനായിട്ട് എവിടെ നിന്നും ഇല്ലാത്ത വക്കീലന്മാരാ വരുന്നത്. ഇതിനു വേണ്ടി മാത്രം ഒരു ഇങ്ങോട്ട് വരും. ഞാൻ ജാമ്യത്തിലെടുക്കാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആൾക്കാർ വെടിവെച്ചു. എവിടുന്ന് 5-6 മാസം കഴിയുമ്പോ ഇവൻ ജാമ്യം കിട്ടി പുറത്തല്ല. 5 പേരെ കൊന്നിട്ട് 10 പേരെ കൊന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും നമ്മുടെയൊക്കെ ചെറുതിലെ ഒരു കോഴീനെ കൊല്ലാൻ നമ്മുടെ അപ്പന്മാർക്ക് പോലും പേടിയായിരുന്നു അല്ലേ? അത് കാണാൻ നമുക്ക് പേടിയായിരുന്നു. അതെങ്ങാനും കണ്ടുപോയി കഴിഞ്ഞാൽ അത് കഴിക്കുക പോലും ഇല്ലായിരുന്നു. അവിടുന്ന് കാലം പോയ പോക്ക് നോക്കിയേ. കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്നു, മറ്റേ സൂട്ട് കേസിൽ വെട്ടിയരിഞ്ഞു വെക്കുന്നു, എന്തൊക്കെയാ കാണിച്ചു. ഇന്നലെ ഞാൻ ഫോണിൽ കണ്ടാട്ടോ ചേച്ചി, മരുമോള അമ്മയും മോളും കൂടെ വെട്ടിക്കൊന്ന് സൂട്ട് കേസിന്റെ അകത്തിട്ടൊക്കെ കൊണ്ടുപോകും. അന്ന് ജനിച്ചത് തന്നെ വലിയ കാര്യം. നിന്റെയൊക്കെ സ്വഭാവത്തിന് ആരെങ്കിലും വെട്ടിക്കണ്ടിച്ചിട്ടേനെ. എന്ത്, ഇവിടെ നേരെ തിരിച്ചായിരിക്കും വരാൻ പോണത്. മരുമോളും അമ്മയും കൂടെ മകളെ ചേച്ചിയുടെ സ്വഭാവത്തിന് നീയൊക്കെ ചെയ്യും. മര്യാദക്കൊക്കെ പെരുമാറിക്കും എന്നോട്. അതെ, ഒരു ശ്രദ്ധ വെച്ച്, ഒരു ബഹുമാനത്തിനും സ്നേഹത്തിലും ഒക്കെ നിന്നോ. എന്താ ദൈവമേ, അതങ്ങനെ ഒരു കലടി. അവൻ വിളിച്ചാ? വിളിച്ചായിരുന്നല്ലോ. ഇനി വിളിക്കുവാണെങ്കിൽ ഇച്ചിരി ഊട്ടിന്ന് ചായപ്പൊടി കൊണ്ടുവരാൻ പറയോ? ചായപ്പൊടി കിട്ടോ ഊട്ടിന്ന്? പിന്നെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചായപ്പൊടി ഇല്ലയോ? ആണോ? പിന്നെ അവിടെയല്ലേ തേയില ഉണ്ടാക്കണേ. അത് പറയാം. പിന്നെ ഊട്ടിപ്പൂ കിട്ടത്തില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഊട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ എന്താണ് ഊട്ടിയിൽ കിട്ടണത്? ഞാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയാ കിട്ടണേ. അത്രയൊക്കെ ഉണ്ടെന്ന്. പിന്നെ പച്ചക്കറി, കട്ടൻ ചായ ഇടോ, ചായപ്പൊടി എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. ചെല്ലമ്മ രണ്ടിനും ഭയങ്കര മടിയാ ജോലി ചെയ്യാൻ. ബാക്കിയുള്ളവര് ചായ ഇട്ടോണം. ഇതോടെ ചോറും കറിയും വെക്കാൻ പോണ പോലെ. എത്ര നക്ഷത്രങ്ങളല്ലേ. ആ ചന്ദ്രന്റെ അടുത്തൊരു നക്ഷത്രം കണ്ട, അതിനൊരു പ്രത്യേക വെളിച്ചം കണ്ട. നിങ്ങൾ നക്ഷത്രം എണ്ണി ഇരിക്കുമെന്നോ? എല്ലാവരും ഉറങ്ങി, നമുക്ക് ഉറങ്ങണ്ടേ? എടി ലില്ലി കുട്ടികൾ ഉറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അത് കനകല്ലാത്തോണ്ടല്ലേ. എനിക്ക് 11 മണിയാവണം ഉറങ്ങാൻ പറഞ്ഞത്. എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി കിടന്നോ, നല്ല കാറ്റുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ വാ, നിങ്ങൾക്ക് 12 മണിക്ക് എണീറ്റാ മതിയെന്ന് വിചാരിച്ചു. എവിടെ ഞാൻ എപ്പോ കിടന്നാലും 6 മണിക്ക് എണീക്കും. ഞാൻ 6 മണിക്ക് നിങ്ങൾ എണീക്കണോ? ഞാൻ വിളിക്കണ്ടേ? വിളിക്കണം. അപ്പൊ ഞാൻ നേരത്തെ എണീക്കണ്ടേ? വാ. നീ പോയി റൊണാൾഡോല്ലേ വരുന്നേ? അപ്പൊ വീട്ടില് നീ എവിടുന്ന ഇവിടുന്ന് വരുന്നേ? നീ എവിടെ പോയടാ രാത്രി? ഞാൻ പുറത്തോട്ട് പോയ എന്തിന്? ഒരു കാര്യം. എന്ത് കാര്യം? വെറുതെ പകലും പഠിക്കൂല, ഇപ്പൊ രാത്രിയും തട്ടി തിരിഞ്ഞ് നടക്കാൻ പോകാം. നിന്റെ ആകെ വിയർത്തൊക്കെ ഇരിക്കുന്നല്ലോ, നീ ഓടിയോ? ഞാൻ ഓടി വന്നേ. അമ്മ വന്നേ. എന്തിന്? അമ്മയോട് ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോ? അല്ല അത് അമ്മ ഒന്ന് വാ. എന്തോടെ ബബ്ബ അടിക്കുന്ന കാര്യം പറയാ? അല്ല ഒന്ന് വാ അമ്മാവാ. എന്താ ഈ ചക്ക? എന്താടാ എന്താടാ? കനകമ്മച്ചമ്പി ഒരു കെണിപ്പെട്ടു. കെണിയോ? മച്ചമ്പി പോലീസ് അറസ്റ്റ് ചെയ്ത്. ഓടാ, അവൻ തന്നെ ഒരു പോലീസല്ലേ. കുടകാവള മാതാവണ സെറ്റ്. മച്ചമ്പി ഇപ്പൊ എവിടാ? അടാ നമുക്കറിയണല്ലേ, അവന്റെ കൂടെ പഠിച്ച 4 പേരുടെ കൂടെ ഊട്ടിക്ക് ടൂർ പോയിക്കല്ലേ. അവര് താമസിക്കുന്ന റൂമിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത കൂട്ടുകാരെ അടക്കം.
എന്തിന്? അനാശാസ്യത്തിന് വശപശമുള്ള 3-4 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഒറ്റടി എടുത്തിട്ട് റൊണാൾഡോ. എനിക്ക് കുടുംബത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണ് കേസ് കുടിക്കിട്ടില്ല. അത് ഇല്ലാത്ത പറയാ. എനിക്ക് മച്ചമ്പിയെ കുറിച്ച് ഇവിടെ നിന്ന് കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? സത്യ എന്നെ ഫോണിൽ വിളിച്ചു. അങ്ങനെ ഇല്ല. അത് ഈ പറഞ്ഞ എന്നെ വിശ്വസിക്കണം. ഉള്ള കാര്യമാ. ഫോണിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. കണ്ടോ, അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിലാണ്. ഒരു അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി 25,000 രൂപ കൊടുത്ത കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇറങ്ങാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ കേസ് രജിസ്റ്റർ ആയ ഒന്ന് പോടാറുണ്ട്. അവനൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസാ ചിലപ്പോ ചതിപ്പെട്ടതായിരിക്കും. പക്ഷെ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പോലീസല്ലേ, അവൻ രക്ഷപ്പെട്ടു പോരില്ലേ? എന്റെ മാമൻ മച്ചമ്പി കേരള പോലീസ് അല്ലേ? ഇത് തമിഴ്നാട്ടിൽ വെച്ചാണ്. കേരള പോലീസ് തമിഴ്നാട്ടിൽ വല്ല വരെയുണ്ട്. അവര് പറഞ്ഞ കേക്കൂ. പൈസ അയച്ചു കൊടുത്തേ. നീ ഒന്ന് വിളിച്ചു നോക്കിയവന്. വിളിച്ചിട്ട് ഞാൻ കുറെ നേരം ട്രൈ ചെയ്യും. മെസ്സേജ് കണ്ട ആദ്യം മെസ്സേജിൽ പറഞ്ഞു. അത് പറ. ഒരു അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എത്രയും പെട്ടെന്ന് 25,000 രൂപ ഇട്ട് കൊടുത്താൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. രാത്രിക്ക് രായ്മാനം ഇറങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ അകത്താവും. വാർത്തകളിൽ വരും. തെല്ലിപ്പണ്ണു അറിയാമല്ലോ. ഈ രാത്രി മാമന്റെ കയ്യില് പൈസ ഉള്ളൂ. ഈ 25,000 റുപ്യ ഇപ്പൊ പെട്ടെന്ന് വെച്ച കയ്യില് എങ്ങനെയും വേണം. ഒരു കാര്യം ചെയ്യും. നീ ചെയിനോ എന്തെങ്കിലും പാതിരത്ത് ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കാനാ? പൈസ ആയിട്ട് തന്നെ വേണം. എന്തെങ്കിലും ചെയ്യണം. അല്ല ലില്ലിപ്പണ്ട് നമ്മുടെ കുടുംബം കാശായിട്ട് തന്നെ അയച്ചു കൊടുക്കണം. ഇന്ന് വേണം. നേരം വെളുക്കുന്നതിനും അവരെ പൈസ ഇട്ടേ വിടും. പത്രത്തില് നമ്മുടെ കുടുംബം. നീ അവിടെ നിൽക്ക്. എന്റെ ഫോൺ അതെ ഇവിടെ ഞാൻ എന്തെങ്കിലും വഴി നോക്കാം. ഫോണൊന്നും എന്താ ഏട്ടാ? ഒന്നുമില്ല. ഡാ, ഇങ്ങോട്ട് വാ. എന്താടാ? ഒന്നുമില്ല. എന്തോ ഉണ്ട്. പറയണ്ട, ഒരു പട്ടാളവേ ഒരാളായിരിക്കുന്നു. അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് പൈസ തന്നെ. അതിനാണോ ഇത്രയും ടെൻഷനിൽ അങ്ങോട്ട് പോകുന്നത്? അത് പെട്ടെന്ന് എന്തെങ്കിലും വേറെ ആൾക്കാരുണ്ടോ? അതൊന്നും അല്ല. എന്തുകൊണ്ട് പറയടാ. ഒന്നുമില്ല, ഇത് തന്നെ. പെട്ടെന്ന് നിന്നാ ആൾക്കാരുണ്ടോ നമുക്ക് കിട്ടും. അതൊന്നും അല്ല. എന്തുകൊണ്ട് എനിക്കറിയാം. ഇതിനു വേണ്ടി ഇത്രയും അങ്ങേര് ടെൻഷൻ അടിച്ചിട്ട് പോവോ? ഉണ്ടെങ്കിലോ നോക്കോ. ഒന്നുമില്ല. കിളിപ്പണ്ടത് താങ്ങൂല. ആ സുന്ദരേശ, ഞാനാ ഗിരിരാജന്. അതെ, നീ ഇപ്പൊ തന്നെ അർജന്റായിട്ടേ ഒരു 25,000 റുപ്യ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരും. അല്ല, അനക്ക് നാളെ അർജന്റാണെങ്കിൽ ഞാൻ ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വർണം പണയം വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു തരാം. ഇത് ഇപ്പൊ രാത്രി തന്നെ വേണം. അതാണ്. ആ 25,000 റുപ്യ കേട്ടോ. ഇപ്പൊ തന്നെ അയച്ചാ. ശരി. 25,000 മതി. 25,000 അത്ര അർജന്റ് ആയതുകൊണ്ടാണ് കേട്ടാ. ശരി. അതെ, അവൻ എന്തിനാ ഇപ്പൊ 25,000? ആർക്ക്? റൊണാൾഡിന്. അത് എന്താ അത്? അവനിപ്പൊ എന്തിനാ ഈ പലിശക്ക് പൈസ എടുത്ത് കൊടുക്കുന്നേന്ന്? എടി, അത് വേണ്ടപ്പോ ഞാൻ പറയാന്ന്. ആഹാ, എന്നോട് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ തരത്തില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ. ഈ പാതിരാത്രി ഒരുത്തനെ വിളിച്ച് പൈസക്ക് പലിശ പിടിച്ച് നീ അവന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്താ പറയാ? സത്യം പറഞ്ഞോ, അനാവശ്യം കാണിക്കരുത്. എന്തിനാന്ന് പറ മനുഷ്യൻ. നീ ടെൻഷൻ അടിക്കുന്നേ? എടി, പറയാൻ പറ്റണാണെങ്കിൽ ഞാൻ പറയല്ലോ. നീ വെക്കരുത്. എന്നോട് പറഞ്ഞില്ലെങ്കിൽ നോക്കിക്കോ. നിങ്ങക്ക് ചുമ്മാ അത് ആവശ്യമില്ലാതെ ഓരോരുത്തർക്ക് പൈസ വെച്ച് കൊടുക്കോ രാത്രി. ഇപ്പൊ എന്താ ചെയ്യ? ഒരു കാര്യം പറയാനില്ല. എന്താ കാര്യം എന്താന്ന് പറ. എന്താ കാര്യം എന്താന്ന് നിന്റെ ചെള്ള ഞാൻ കളയും. ഞാൻ നീ ഇത്രയും കാര്യം അറിഞ്ഞിട്ട് നീ വല്ലത് നീ വല്ലതും പറഞ്ഞോ? ഇവിടെ നീ വല്ലതും പറഞ്ഞോ? ആ അമ്മായി പറഞ്ഞപ്പോ ഞാൻ ചങ്കലച്ചു പോയി. അമ്മായി പറഞ്ഞറിഞ്ഞില്ലേ? അമ്മായി എങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞല്ലേ? അത് ഞാൻ എങ്ങനെ നീ പറഞ്ഞു തെറ്റ്. ഞാനത് എങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് പറയും? എനിക്ക് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് എന്താന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മെസ്സഞ്ചറിൽ മച്ചമ്പ ഒരു മെസ്സേജ് ഇട്ടു.
ഞാൻ ഉടനെ മറ്റേ ഫോണിൽ തിരിച്ചു വിളിച്ചു, ഫോണിൽ കിട്ടിയില്ല. പിന്നെ ആ മെസ്സേജ് അതിനകത്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത് അവർ കൂട്ടുകാരെല്ലാവരുടെ റൂമിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്ന് അരച്ച് കയറി മദ്യക്കുപ്പി സഹിതം പിടിച്ചു. അപ്പം എൻ്റെ ഒരു പെറ്റിയുണ്ട്, കേസാക്കാതിരിക്കണമെങ്കിൽ 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്പർ ഇട്ടു വന്നു. അപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ലാത്തതാണ് ഞാൻ പിന്നെ മാമനെ കൊണ്ടൊന്ന് മറിക്കാമെന്ന് കരുതി. ഇപ്പൊ എന്താന്നാവോ ഇങ്ങനെയൊക്കെ അവന് തോന്നാ ബുദ്ധി തോന്നുന്നത്? അല്ല, അത് ഊട്ടി നല്ല തണുപ്പല്ലേ, അപ്പം എല്ലാ മലയാളികളും ചെല്ലുമ്പോൾ തണുപ്പ് പറ്റാൻ സാധനം മേടിച്ച് കഴിക്കുന്നത് സ്വാഭാവികം. ഇപ്പൊ കള്ളുപിടിക്കണേന് എന്തിനാ പോലീസ് പിടിക്കുന്നത്? അത് കള്ളുപിടിക്കണ എല്ലാവരും കള്ളുപിടിക്കൂലേ? അതെ, ഇവര് പോലീസാന്ന് പറഞ്ഞപ്പോ അവരത് കള്ളപ്പോലീസാണെന്ന് പറഞ്ഞപ്പം അതൊന്നും അല്ല സംഭവം. നീ എന്റെ തലേ തൊട്ട് സത്യം ചെയ്തേ. ഇത് നല്ല സത്യം. തലേ തൊട്ട് സത്യം ചെയ്യടാ. എന്താ, എന്തിനാ അവനെ പോലീസ് പിടിച്ചത്? പോലീസ് പിടിച്ചത് കടിച്ചോണ്ടിരുന്നത്. അപ്പം ഇവര് പോലീസുകാരായോണ്ട് ഇവരുടെ അധികാരം വെച്ചിട്ട് ഇവരോട് പറഞ്ഞ്, അപ്പൊ അവര് കേൾക്കാഞ്ഞപ്പോ അവര് കള്ളു കുടിച്ച കാര്യത്തിനല്ല, അല്ല കേസ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടും പൈസ കിട്ടാൻ വേണ്ടിട്ടും അവര് പെണ്ണുങ്ങളെ റൂമിലുണ്ടായിരുന്നു എന്നൊക്കെ. അയ്യോ എനിക്ക് എന്റെ ദൈവമേ, കുടുംബത്തിന്റെ മാനം ഈ ചെറുക്കം കളയുമല്ലോ. അല്ലാതെ 25,000 രൂപ കൊടുക്കുമ്പോ കേസില്ലാതാ. എന്ത് ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ ഏട്ടനെ വിശ്വസിച്ചല്ലേ വീട്ടിലിരിക്കുന്നത്. എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ? ഞാനിത് ക്ഷമിക്കത്തില്ല. അവന് നമുക്കറിയാമല്ലോ, അവൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. പിന്നെ ടൂർന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കണ്ട പെണ്ണുങ്ങളുമായിട്ട് റൂം എടുത്ത് താമസിച്ചല്ലേ അബദ്ധം. നിന്നോട് എന്താ പറഞ്ഞത് അവൻ? എന്നോട് എന്താണെന്നറിയോ പറഞ്ഞ, അവര് കോളേജിലാ സ്കൂളിൽ എങ്ങാണ്ട് പഠിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച 4 ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ വിദേശത്താണ്. അവര് വരികയാണ്, അപ്പൊ എല്ലാരും കൂടെ ഊട്ടിക്ക് ടൂറിന് പോവാന്നാ പറഞ്ഞത്. ഞാനൊരു പൊട്ടി, ഞാൻ വിശ്വസിച്ച്. ചെലപ്പോ അതൊക്കെ എനിക്ക് സത്യം, ഇത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അറിയാതെ പറഞ്ഞതൊക്കെ. എന്നിട്ട് പിന്നെ അമ്മാവൻ എന്തിനാ 25,000 രൂപ കൊടുത്തത്? ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഇവനിത് എന്ത് പറ്റി ദൈവമേ? 2 പെമ്മക്കളല്ലേ ചേച്ചി, അതെങ്കിലും ഓർത്തുകൂടായിരുന്നു. ഇവനിത് എന്ത് പറ്റി? ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ഏട്ടനെ എപ്പോ നോക്കിയാലും ഒറ്റയ്ക്കാണ് ടൂറിന് പോണത്. എപ്പോഴെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടാ? പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ടാ? ചേച്ചിനെ വിളിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. എപ്പോഴും ഇത് തന്നെയാണ്, ഒറ്റയ്ക്ക് പോക്ക്. അന്നോട്ട് തുടങ്ങിയതാണ് ചേച്ചി. ഇതിപ്പോ ആദ്യത്തെ സംഭവം ഒന്നുമല്ല. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഒറ്റയ്ക്ക്? എന്റെ കൂട്ടുകാരിയുടെ കൂടെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ചേച്ചിയുടെ കൂടെ പോവും, അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ ഈ ജംഗ്ഷനിൽ അവിടെ ഇവിടെയൊക്കെ പോവും. അല്ലാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ? നീ ഒന്ന് കരയാതിരിക്കതേ. അതൊക്കെ അവൻ മറ്റേ ജോലിയുടെ ആവശ്യത്തിനൊക്കെയുള്ള ഒന്നുമില്ല. നീ പറയല്ലേ, അവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. എനിക്ക് ഇത്രയും പോരായ്മയുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി. എന്ത് പോരായ്മ? കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ ഈ മാതിരി തോന്നിയാസത്തിന് നടക്കണത് പെണ്ണുങ്ങൾക്ക് നിന് പോരായ്മ ഉണ്ടായിട്ടാ? ഒരു പോരായ്മ ഇല്ല ഇവിടെ ആർക്കും. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ചേട്ടൻ വന്നോട്ടെ, ഏട്ടൻ ഇവിടെ താമസിച്ചോട്ടെ. പക്ഷെ ഞാനും പിള്ളേരും ഏട്ടൻ ഇവിടെ താമസിക്കത്തില്ല. ഏട്ടനെ ആരെങ്കിലും വിളിച്ചോണ്ട് വരട്ടെ. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ അവൻ വന്നിട്ട് എന്താന്ന് ചോദിക്കാം, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ഏട്ടൻ എന്താ വിചാരിച്ചു? എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാ? എനിക്ക് എന്റെ ക്ലീറ്റോ ചേട്ടനുണ്ട്, എന്റെ റൊണാൾഡോ ചേച്ചനുണ്ട്. അപ്പൊ ഞങ്ങളൊന്നും നിനക്ക് ആരുമല്ലേ? നിനക്കൊരു വിഷമം വന്നിട്ട് ഞങ്ങള് നോക്കി നിൽക്കുവോ? എന്റെ അമ്മേ, എന്റെ അമ്മോ, പൊളിച്ച് 2 ദിവസം പോയി. അടിപൊളിയായിരുന്നു. ഞാൻ അടിച്ചിട്ടോ? വേണ്ട, ഇന്നത്തെ ഹാങ് ഓവർ തലവേദന 2 അടിച്ചിട്ട് നീ വരാം. വീട്ടടിക്കാൻ പോണാ? ഓ എടാ, ഇന്നലെ അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഓവറാണെന്ന്. ഒട്ടും വയ്യ, നല്ല തലവേദന 2 അടിച്ചിട്ട് ഞാൻ വരാം. ഓ, ഇനിയിപ്പോ വിളിക്കണ്ട, എന്നെ ഈ കോലത്തിൽ കാണണ്ട, കണ്ടാൽ ശരിയാവത്തില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് ഫാമിലി ആയിട്ട് ഒരു ദിവസം വരാം. പോട്ടെ. പോയിട്ട് വിളിക്കണേ. ഞാൻ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കാം. ശരി എന്നാ, ബൈ. ഓക്കെടാ, ഓക്കെ. സൂക്ഷിച്ചു പോ. അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഓക്കെ. വിട്ടോ. എന്റെ അമ്മോ, ബൈ. നോക്ക് പോ. എന്റെ അമ്മോ, 2 ദിവസം പൊളിച്ച്.
ഇനി ഈ വീടുമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ല. ഒന്നല്ലെങ്കിൽ നീ ഇറങ്ങണം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ ഇറങ്ങും. കഴിഞ്ഞു. നിന്നെ തോന്നിയാസൊക്കെ ഇവിടെ അറിയൂല എന്ന് വിചാരിച്ചാ. നീ എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ? നിന്റെ ഭാര്യ, നിന്റെ അമ്മ, നിന്റെ പെങ്ങള്, പോയേക്കുന്നവൻ. ഒരുപാട് കിടന്ന് ഉരുളല്ലേ കനക. ഒരുപാട് എനിക്ക് എന്റെ നാവുകൊണ്ട് പറയാൻ നാണവാ. ഞാൻ പറയുന്നില്ല. ഞാൻ നിന്റെ ഒരു പെണ്ണുമല്ല, ഒന്നുമല്ല. നീ ഇറങ്ങി പോ എങ്ങോടെങ്കിലും. നീ റൊണാൾഡിനെ വിളിച്ചു പറഞ്ഞതും റൊണാൾഡ് അമ്മാവനെ വിളിച്ചു പറഞ്ഞതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്താ നിനക്കറിയില്ലേ? ഇനി എന്റെ വായിന്നും കൂടി അത് കേൾക്കണോ? അതിനകത്തും അച്ഛമ്മ മറ്റേ ഫോണിനകത്തൂടെ മെസ്സേജ് അയച്ചില്ലേ, പോലീസുകാർ പിടിച്ച കേസിനകത്ത് 25,000 രൂപ പെട്ടെന്ന് വേണമെന്ന്. അപ്പൊ എന്നെ കൊണ്ട് കൂടിയില്ല. അപ്പൊ പിന്നെ പൈസക്ക് വേണ്ടിട്ട് ഞാൻ അമ്മാവന്റെ സഹായം രാത്രി തന്നെ 25,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോ അത് അവള് കുത്തി ചോദിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു. എന്റെ ആങ്ങളിനെ പറ്റി ഇത് കേൾക്കുമ്പോ ഞാൻ എന്ത് വിചാരിക്കണം? എല്ലാവരുടെ മുമ്പിൽ എന്റെ തല താന്നു പോയില്ലേ? അതെ, ഒരു കാര്യം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സംഭവിക്കാതിരിക്കും. നീ കയറിക്കും. അവിടെ യാത്ര കഴിഞ്ഞ് വന്നല്ലേടാ, കേറട്ടെ. ഏട്ടൻ ഇങ്ങോട്ട് കയറിക്കോട്ടെ. പക്ഷെ ഏട്ടനുള്ള വീട്ടിൽ ഞാൻ നിക്കത്തില്ല സത്യമായിട്ടും. എന്താ മോളെ എന്താ കാര്യം? നീ പൊട്ടം കളിക്കല്ലേ കനക, നീ പൊട്ടം കളിക്കല്ലേ ഒരുപാട് കിടന്ന്. അവിടെ അനാശാസ്യത്തിന് കൂട്ടുകാരെ നിങ്ങളെ തമിഴ്നാട് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചില്ലേ? അത് നീ ഇവരോട് മെസ്സേജ് വിട്ടിട്ട് ആ മെസ്സേജ് നോക്കിയിട്ട് ഞാൻ രാത്രി അല്ലേ 25,000 റുപ്യ കണക്ക് അയച്ചത്. അച്ഛമ്മയുടെ ഫോണിൽ നിന്ന് മെസ്സഞ്ചർ വഴി എനിക്ക് അവന് വഴക്കുറയിട്ട് എന്താ കാര്യം? അച്ഛമ്മ കള്ളമല്ല. ഇതിന് ഉത്തരം പറ. മെസ്സഞ്ചറിൽ നിന്ന് എന്നെ വിളിച്ച കോള് ഞാൻ മെസ്സഞ്ചറിൽ വിളിക്കണേ, എനിക്ക് നിന്നെ നേരിട്ട് വിളിച്ചൂടെ? എനിക്കത് അറിയത്തില്ലല്ലോ. മച്ചമ്മ വിളിച്ചാൽ ഒന്നും വ്യക്തമായില്ല. ഞാൻ എടാ ഞാനാടാ 25,000 റുപ്യ പലിശക്ക് എടുത്തിട്ട് അയച്ചത്. നിന്റെ കാശല്ലേ പോയത്? ഞാൻ മെസ്സേജ് കാണിച്ചു കൊടുക്കടാ. ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളൊന്നുകൂടെ പറഞ്ഞേ. കോള് വന്നു, അക്കൗണ്ട് നോക്ക്. മെസ്സഞ്ചറിൽ നിന്ന് കോള് വന്നപ്പോ ഒന്നും വ്യക്തമായില്ല. കട്ടായ ഉടനെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ മച്ചമ്മയുടെ ഫോൺ നോട്ട് റീച്ചബിളായിരുന്നു. പിന്നെ അതിൽ നിന്ന് വന്ന മെസ്സേജാ കണ്ടോ. ഞാൻ റൂമിൽ കൂട്ടുകാരോടൊപ്പം പെട്ടു. ഇത് ആരുടെ ഫേസ്ബുക്ക്? നിന്റെ ഫോട്ടോ മച്ചമ്മയുടെ ഫോട്ടോ അല്ലേ പ്രൊഫൈൽ വെച്ചേക്കുന്നത്? നോക്കിയാണ് എന്റെ ഫോൺ എടുത്ത്. എവിടെ? ഇതൊക്കെ സ്കാം ആണ്. എന്ന് പറഞ്ഞാ തട്ടിപ്പ്. നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ നീ പറയുന്ന എന്റെ പ്രൊഫൈല്? മച്ചമ്മയുടെ ഫോട്ടോ. എന്റെ ഫോട്ടോ അത് തന്നെയാണ്. ആണ്. നീ ഇത് സെർച്ച് ചെയ്തേ. ഇത് നോക്ക്, എന്റെ ഡീറ്റെയിൽസ് നോക്ക്. നീ ഇതിനകത്ത് ആരുമില്ല ഫ്രണ്ടായിട്ട്. വേറെ ഫോട്ടോ. എന്റെ DP നോക്ക്. നിങ്ങള് എന്റെ പ്രൊഫൈലിൽ കയറി നോക്ക്. എന്റെ പെണ്ണ്, എന്റെ കുടുംബം, നിങ്ങള്, നമ്മളെ ആഘോഷങ്ങള് എല്ലാം നോക്ക്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്ക്. അക്കൗണ്ട് നമ്പറോ? അപ്പം മച്ചമ്മ ഫോൺ ചെയ്തതല്ലേ? ഇതൊക്കെ നമ്മുടെ ഫോട്ടോ വെച്ച് എത്രയോ പേര് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ പൊട്ടന്മാർ കാണിക്കുന്നത് വെക്കുന്നത്. പൈസ തട്ടിപ്പ് ഇതുപോലെ പല പരിപാടി ഉണ്ടാക്കും. അല്ല, ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആരോ ഉണ്ടാക്കിയ വ്യാജ ഐഡിയ ആണിത്. അപ്പൊ ഈ 25,000 അയച്ച അക്കൗണ്ട് അത് അവന്മാരുടെ അക്കൗണ്ടിലേക്ക്. അയ്യോ, അപ്പൊ അത് തിരിച്ചു മേടിക്കാൻ പറ്റൂലേ? എന്തോന്ന് കിട്ടാനടി? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ഓരോ തട്ടിപ്പ് വരുമ്പോ? അക്കൗണ്ട് നമ്പർ ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു കാര്യമില്ല. ചെന്ന് അന്വേഷിക്കുമ്പോ ഏതെങ്കിലും ഉത്തർപ്രദേശിലോ ആന്ധ്രയിലുള്ള ഏതെങ്കിലും കുഗ്രാമായിരിക്കും. മെസ്സേജിനകത്ത് വ്യക്തമായിട്ടുണ്ട് കൂട്ടുകാരോടൊപ്പം ഊട്ട് ചെയ്ത് പെണ്ണുങ്ങളെ ചേർത്ത് പിടിച്ചത് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ എന്ത് വിശ്വസിക്കും? ഞാൻ എന്ത് വിശ്വസിക്കും? രാത്രി കുടുംബത്തിൽ ചെക്കൻ ഒരു കുടുക്ക് പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലെ കീഴ് നോക്കോ? ഉള്ളോടത്ത് കാശ് മേടിച്ചിട്ടാ ഞാൻ അയച്ചു. 25,000 റുപ്യ ആ സുന്ദരേശന്റെ കയ്യിൽ നിന്ന് പലിശക്ക് എടുത്തിട്ടാ ഞാൻ അയച്ചത്. ഇനി ആ കാശിന് ഞാൻ എങ്ങനെ പോവാ? പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചു പോയേട്ടാ. വാ ചെല്ലടാ. ഒരു നിമിഷം നീ എന്നെ വിശ്വസിച്ചില്ലടി. എന്റെ തെറ്റാവാ. അല്ല, കാശിന് വേണ്ടിട്ടേ ഓരോരുത്തരുമാരും ഓരോ തട്ടിപ്പ് കാട്ടുമ്പോ എത്ര കുടുംബങ്ങൾ അതുപോലെ നാശമായി പോണ്ടാവും. എല്ലാ സന്തോഷം പോയി. എത്ര സന്തോഷിച്ചാന്നറിയാം. എല്ലാവർക്കും സമ്മാനവും തേങ്ങയൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓടാ ചെല്ലേ, രസമൊക്കെ മാറി കുളിക്കും. അമ്മാവന്റെ 25,000 പോയത് നമുക്ക് അങ്ങ് ആഘോഷിച്ചാലോ?